ചേർപ്പ് ഭഗവതി ക്ഷേത്രം തൃശ്ശൂർ തൃപ്രയാർ റൂട്ടിൽ ഉദ്ദേശം 15 കിലോമീറ്റർ പടിഞ്ഞാട്ട് പോയാൽ ചേർപ്പ് ഭഗവതി ക്ഷേത്രം കണ്ടുമുട്ടുന്നതാണ്. ചേർപ്പ് ക്ഷേത്രത്തിന്റെ 2 കിലോമീറ്റർ കിഴക്ക് ഭാഗത്തായിട്ടാണ് പെരുമനം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പണ്ട് പെരുമനം ക്ഷേത്രം മഹോത്സവം നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ചേർപ്പിനും വളരെ പ്രാധാന്യം ആ ഉത്സവമായി ഉണ്ടായിരുന്നു. പെരുമനത്തെ പല ഊരാളന്മാരും ചേർപ്പിലെ ഊരാളന്മാരിൽ പെട്ടവരായത് കാരണത്താൽ പെരുമനത്ത് ഉത്സവത്തിന് ചേർപ്പ് ഭഗവതിയുടെ പങ്ക് വളരെ വലിയ തോതിൽ ഉള്ളത് തന്നെയാണ്. കാലത്തെ കുറിച്ച് ഗണിക്കുമ്പോൾ ചേർപ്പ് ഭഗവതിക്കും പെരുമനം ഉത്സവമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ അത്രയും കാലത്തെ പഴക്കം, ചുരുങ്ങിയത് 2000 മീതെ ഉള്ള കാലപ്പഴക്കം കണക്കാക്കുന്നതിൽ തടസ്സമുണ്ടാവില്ലെന്ന് തോന്നുന്നു. പെരുമനം മഹോത്സവത്തിന്റെ നടത്തിപ്പുകാരിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗക്കാര് ചേർപ്പിൽ തിരുമേനിമാരും മനക്കാരും അവിടത്തെ നാട്ടുകാരും ചേർപ്പുകാരായിട്ടുള്ള നാട്ടിലെ പ്രമാണിമാരും ഉത്സാഹികളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അത് കാരണത്താൽ ചേർപ്പുകാർക്ക് അപ്രമാദിത്വമുള്ള ഒരു സ്ഥാനവും അതുപോലെ തന്നെ ഉത്തരവാദിത്വവും പ്രവൃത്തികളും അവര് നിറവേറ്റി പോന്നിരുന്നു. ചേർപ്പ് ഭഗവതിയുടെ ഉത്ഭവത്തെപ്പറ്റി പറയുമ്പോൾ ഇത് ഇന്ന് അവിടെ സ്ഥിതി ചെയ്യുന്ന നിലവിലുള്ള അമ്പലക്കുളത്തിലെ ചിറയിൽ നിന്ന് കിട്ടിയ ഒരു ബിംബമാണ് എന്ന് പറഞ്ഞു വരുന്നു. എങ്ങനെയായാലും അമ്പലക്കുളവും ചിറയും ഭഗവതി ക്ഷേത്രവുമായിട്ട് വളരെ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഈ ക്ഷേത്രത്തിനോട് അനുബന്ധിച്ച് തന്നെ അവിടെ കാളാമ്പുഴ ദേവരുടെ ക്ഷേത്രവും അതുപോലെ നരസിംഹത്തിന്റെ ക്ഷേത്രവും ഇതിന്റെ ഉപദേവന്മാരായി ക്ഷേത്രം പണിത് അവിടെ കുടികൊള്ളുന്നുണ്ട്. ഇവിടുത്തെ ഭഗവതി ദുർഗയായിട്ടാണ് കണക്കാക്കി പോരുന്നത്. ആദിപരാശക്തിയുടെ പ്രതിരൂപമായ കന്യകത്വം ഉണ്ടെന്ന് സങ്കല്പിക്കുന്ന ദുർഗയാണ് എന്നൊരു ഭാഗത്ത് പറയുമ്പോൾ, മറ്റൊരു വശത്ത് ഈ ഭൂമി ദേവിയാണെന്നുള്ള സങ്കല്പത്തിലാണ് ദേവിയെ അനുഷ്ഠിച്ചും ആദരിച്ചും ആരാധിച്ചും വരുന്നത്. ഭൂമിദേവി എന്നുള്ള സങ്കല്പത്തിനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. എന്നാൽ ദേവി യഥാർത്ഥത്തിൽ പൂരത്തിന് എഴുന്നള്ളിക്കുന്നതിൽ കൂടുതലും ദുർഗമാരായത് കാരണത്താലുള്ള സങ്കല്പമാണ് ദുർഗാസങ്കല്പം എന്ന് പറഞ്ഞു വരുന്നു. ദേവിയുടെ ബിംബം അതിമനോഹരമായ ബിംബമാണ്. ശംഖ്, ചക്രം, വരദം, അഭയം തുടങ്ങിയ 4 തൃക്കൈകളോടുകൂടിയാണ് ദേവിയുടെ പ്രതിഷ്ഠ. കൂടാതെ
പൂജിക്കുന്നതിനു ഉള്ള തിടമ്പും അവിടെ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷ്ഠാ മാതൃകയിലുള്ള രൂപം ഉണ്ട്. ഇവിടുത്തെ പൂജ വളരെ സാത്വിക പ്രധാനമായ പൂജകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന തന്ത്രി കുന്നത്തൂർ പടിഞ്ഞാറെടുത്ത് മനക്കിലേക്കാണ്. പൂജകളിൽ വളരെ സാത്വിക പ്രധാനമായ പുണ്യപുഷ്പങ്ങളായ ചെത്തി, നന്ദ്യാർവട്ടം, തുളസി തുടങ്ങിയ പുണ്യപുഷ്പങ്ങളാണ് കൊണ്ടാണ് ആരാധിച്ച് വരുന്നത്. ഇവിടെ നിവേദ്യം, വിവിധ തരത്തിലുള്ള നിവേദ്യങ്ങൾ, മറ്റു ക്ഷേത്രങ്ങളിൽ എന്ന പോലെ ഉള്ള നിവേദ്യങ്ങൾ ഇവിടെ ഉണ്ട്. പാൽപ്പായസം, നെയ്പായസം, മറ്റു സാധാരണ പായസങ്ങൾ, മറ്റ് അവിടെ വഴിപാടുകളായി സാധാരണ ക്ഷേത്രങ്ങളിൽ എല്ലാം നടന്നു വരുന്നതായ ആരാധന, വിളക്ക് വെപ്പ് തുടങ്ങിയവ എല്ലാം ഉണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ കത്തിക്കുവാനും പൂരത്തിനും എല്ലാത്തിനും. മറ്റ് തരം താഴ്ന്ന എണ്ണകൾ ഇവിടെ തീരെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്ന് നിർബന്ധമുണ്ട്. ഇതുകൂടാതെ ഇവിടുത്തെ മറ്റൊരു വിശേഷ നിവേദ്യം എന്ന് പറയുന്നത് ചതുശ്ശതമാണ്. 4 വസ്തുക്കൾ, ശർക്കര, കദളിപ്പഴം തുടങ്ങിയതായ 4 സാധനങ്ങൾ തുല്യമായി എടുത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക തര പായസമാണ് ചതുശ്ശതം എന്ന് പറയുന്നത്. അത് ഇവിടുത്തെ ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും അതേമാതിരി തന്നെ വളരെ പ്രസിദ്ധവുമായ ഒരു വഴിപാടാണ്. വേറൊന്ന് പറയുകയാണെങ്കിൽ, ഇവിടെ പൂരത്തിനോട് അനുബന്ധിച്ച് നാളികേരം ഉടച്ച് തേങ്ങാമുറിയിൽ തിരിവെച്ച് അലങ്കരിക്കുക എന്നുള്ളതും ഇവിടുത്തെ ഒരു പ്രത്യേക വഴിപാടാണ്. ചതുശ്ശതത്തിൽ 4 കൂട്ടം എന്നുള്ളത് 100 നാളികേരം, 100 കദളിപ്പഴം, അരി 100 നാഴി, ശർക്കര എന്നീ തുടങ്ങിയ 4 കൂട്ടങ്ങളാണ് തുല്യമായി എടുത്ത് നിവേദ്യം ആയി ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ ഊരാളന്മാർ ചേർപ്പിൽ ചിറ്റൂരുമന, ഗ്ലാങ്ങട്ടുമന, പഴയടത്തുമന, മൂലംപുള്ളി മന, കുന്നത്തൂര് മന, അതായത് കുന്നത്തൂര് പടിഞ്ഞാറെടുത്ത് മന, ഇങ്ങനെ ഉള്ള ഊരാളന്മാര് ആണ്. എന്നാൽ ഇതിൽ എല്ലാവരും യോജിച്ചുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള നടത്തിപ്പിനും ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള എല്ലാ കാര്യങ്ങളും നിറവേറ്റുന്നതിനും വേണ്ടി ചിറ്റൂര് മനയെ അധികാരപ്പെടുത്തുക ഉണ്ടായിട്ടുണ്ട്. അത് കാരണത്താൽ ഇത് എല്ലാ കാര്യത്തിലും, ക്ഷേത്ര സംബന്ധമായ എല്ലാ കാര്യത്തിലും അവസാന വാക്ക് ചിറ്റൂരിൻ്റേത് ആണ്. ക്ഷേത്ര സമുച്ചയം. ഇവിടുത്തെ ദേവി പടിഞ്ഞാറോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത്.
അതിമനോഹരമായ ഒരു ശ്രീകോവിലാണ്, ചതുര ശ്രീകോവിലാണ് ഇവിടെ ഉള്ളത്. ഗർഭഗൃഹവും നിലയവും എല്ലാം അതിമനോഹരമായി തന്നെയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. സാധാരണ ക്ഷേത്ര സംബന്ധമായ ശില്പചാതുര്യം വിളിച്ചറിയിക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ്. അതിൻ്റെ മുൻപിൽ മറ്റ് ക്ഷേത്രങ്ങളിൽ എന്ന പോലെ നമസ്കാര മണ്ഡപം, 4 ഭാഗത്തും കെട്ടിടങ്ങൾ, 4 അമ്പലം, പുറത്ത് വിളക്കുമാടം, അതിനും പുറത്തായി പ്രദക്ഷിണ വഴി, ഇങ്ങനെ അതിൻ്റെ വടക്ക് ഭാഗത്ത് പത്താഴപ്പുരയുടെ സ്ഥാനത്ത് ഒരു പ്രത്യേകമായ കെട്ടിടം. ഇതെല്ലാം കൂടിച്ചേർന്ന പടിഞ്ഞാറ് ഭാഗത്ത് 2 നിലയിലുള്ള വലിയ ഗോപുരം തുടങ്ങിയ നിരവധി സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ക്ഷേത്ര സമുച്ചയം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആലുകളോടുകൂടി നിൽക്കുന്ന തിരുമുറ്റം ഇങ്ങനെ പോകുന്നു. വളരെ വലിയ ആനവയറൻ മതിലുകളും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത്രയും സമ്പന്നമായ ഒരു ക്ഷേത്രത്തിൽ വേണ്ടതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഈ ക്ഷേത്രം നിലനിന്ന് വരുന്നത്. തിരുവോണ നാള് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാളാണ്. അന്ന് പ്രത്യേക ശക്തിയോടെ ഭക്തരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി തന്നെ ഒരുങ്ങിയിരിക്കുന്ന ഒരു ദേവിയായിട്ടാണ് കാണുന്നത്. തിരുവോണം നാളുകളിൽ പണ്ടുകാലം മുതൽക്ക് ഇവിടെ നെയ്പായസം, അതുപോലെ തന്നെ ഈ ചതുശതം എന്നിവ മറ്റ് വിശേഷാൽ പൂജകളും നിവേദ്യങ്ങളും ഉള്ളതിന് പുറമെ ഇവിടെ ഭക്തജനങ്ങൾക്ക് ഊട്ട് സദ്യ നടത്തിവരുന്ന സമ്പ്രദായം ഇന്നും വളരെ കേമമായി തന്നെ ആണ് ചെയ്തു വരുന്നത്. ഇവിടുത്തെ മറ്റ് ഒരു വിശേഷം എന്ന് പറയുന്നത് നവരാത്രി, കന്നിമാസത്തിലെ നവരാത്രിയും അതിനു മുന്നേ ചിങ്ങത്തിലെ പുത്തിരി തുടങ്ങിയ അതുമാണ്. നവരാത്രി ദിവസം വളരെ മനോഹരമായി ക്ഷേത്രം അലങ്കരിച്ച് സരസ്വതിക്കെല്ലാം വെച്ച് പ്രത്യേക പൂജകളും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള കലാപരിപാടികളും സംഗീത സാഹിത്യാദി കലക പ്രദർശനങ്ങളും എല്ലാം സാധാരണ രൂപത്തിൽ തന്നെ വളരെ മനോഹരമായി നടത്തുന്നു. മറ്റൊന്ന് കാർത്തിക, വൃശ്ചികമാസത്തിലെ കാർത്തികയാണ്. കാർത്തികയ്ക്ക് എഴുന്നള്ളിപ്പും വിശേഷാൽ പൂജകളും അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കലും എല്ലാം ഉണ്ട്. മറ്റൊന്ന് ഉള്ളത് ഇവിടുത്തെ ഈ പ്രതിഷ്ഠാ ദിനമാണ്. അന്നും പ്രത്യേകമായ പൂജയും അതോട് അനുബന്ധിച്ചുള്ള നിവേദ്യങ്ങളും ഊട്ടും മറ്റും നടന്ന് വരുന്നുണ്ട്. ഉത്രനാളിൽ മേലോട്ട് കണക്കാക്കുന്ന 28 ദിവസം മേലോട്ട് കണക്കാക്കി വന്ന ഒരു മഹോത്സവമാണല്ലോ ആറാട്ടുപുഴ പൂരം.
ഇതിനു മുന്നേ പെരുമനത്തെ ഉത്സവത്തിൽ പങ്കെടുത്ത് അതിൻ്റെ ആധിപത്യവും അതുപോലെ തന്നെ നടത്തിപ്പും എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി നടത്തിയിരുന്നു എന്ന് മേൽപ്പറഞ്ഞ മാതിരി തന്നെ ഈ ചേർപ്പ് ഭഗവതിയുടെ പൂരം മറ്റ് പൂരങ്ങളുടെ മാതിരിയോ അതിലുപരി വളരെ ഗംഭീരമായ ഒരു എല്ലാവിധത്തിലുള്ള ആർഭാടത്തോടും അലങ്കാരത്തോടും കൂടിയാണ് നടത്തിപ്പോന്നിരുന്നത്. ഇന്നും അതിൻ്റെ മാറ്റിന് വലിയ കുറവൊന്നും വന്നിട്ടില്ല. ഏറ്റവും വലിയ ധനവാന്മാരായിരുന്ന ഇവിടുത്തെ ഊരാളന്മാര് ദേവിയുടെ എല്ലാ വിശേഷങ്ങളിലും എന്ന പോലെ തന്നെ ഈ പൂരത്തിനും വളരെ ആർഭാടമായി ഭംഗിയായി നടത്തുവാൻ മുന്നിട്ട് നിന്നിരുന്നു. നാട്ടുകാരുടെ സഹകരണത്തോടെ ദേവിക്ക് ആന ചമയങ്ങൾ എല്ലാം ക്ഷേത്രം വക ഉണ്ടായിരുന്നു. ഒരു പൂരം നടത്തുവാൻ വേണ്ടി ഒരു തരം മത്സരം തന്നെയാണ് ഈ ദേവിയുടെ ഈ ക്ഷേത്രത്തിലെ ഊരാളന്മാർ നടത്തിപ്പോന്നിരുന്നത്. ഇവിടുത്തെ പ്രത്യേക വിശേഷങ്ങൾക്ക് എല്ലാത്തിനും തന്നെ പാട്ട്, ബ്രാഹ്മണിപ്പാട്ട് പതിവാണ്. അതായത് നാലമ്പലത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഉള്ള ഒരു പ്രത്യേക സ്ഥലത്ത് ദേവിയെ എഴുന്നള്ളിച്ച് കുത്തുവിളക്കുമായി എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് വെച്ച് പീഠത്തിന്മേൽ വെച്ച് ബ്രാഹ്മണി പാട്ട് പാടി അവസാനിച്ച് കുത്തുവിളക്കുമായി ക്ഷേത്രത്തിലേക്ക് തന്നെ മടക്കി കൊണ്ടുപോകുന്ന ചടങ്ങാണ് ബ്രാഹ്മണിപ്പാട്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത് ഇന്ന് ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകളും പൂരങ്ങളും മറ്റ് വിശേഷങ്ങളോടുകൂടിയ വിവിധ ആർഭാടപൂർണമായ ഭക്തി നിർഭരമായ ചടങ്ങുകളുടെ സമാഹാരം തന്നെയാണ്.